വാർത്താമഴയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വാർത്താ ദിനത്തിൽ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ, പ്രതികരണങ്ങളെല്ലാം ഇനിയുള്ള അരമണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. വാർത്താമഴ ആരംഭിക്കുകയാണ്. റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുന്നു. കേരളം ഇനി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം. നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപനം നടത്തിയത്. സർക്കാർ പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കേരളത്തിൽ അതിദാരിദ്ര്യം മാത്രമേ മാറിയിട്ടുള്ളൂ എന്നും ദാരിദ്ര്യം നമുക്ക് മുന്നിൽ ഇപ്പോഴും ബാക്കിയാണെന്നും ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യാതിഥിയായ നടൻ മമ്മൂട്ടി പറഞ്ഞു. കേരളപ്പിറവി ദിനത്തിൽ വിളിച്ചു ചേർത്ത നിയമസഭാ സമ്മേളനത്തിലാണ് അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമെന്ന ചരിത്ര നേട്ടം അവതരിപ്പിച്ചത്. അതിദരിദ്രമില്ലാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനമെന്ന നേട്ടം സുപ്രധാന നാഴികക്കല്ലെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി. അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ, കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. സഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ നടപടികളുമായി സഹകരിക്കില്ലെന്നറിയിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. ബഹുമാനപ്പെട്ട അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം തട്ടിപ്പല്ല, യാഥാർത്ഥ്യമെന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. ഇതൊരു തട്ടിപ്പല്ല, യാഥാർത്ഥ്യമാണ് എന്നത് നാം എല്ലാം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. നിർഭാഗ്യകരമായ ഒരു പരാമർശം ഇന്ന് കേൾക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. പൊതുസമ്മേളനത്തിൽ നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയായി. 8 മാസങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടി ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ അതിദാരിദ്ര്യം മാത്രമേ മാറിയിട്ടുള്ളെന്നും ദാരിദ്ര്യം നമുക്ക് മുന്നിൽ ഇപ്പോഴും ബാക്കിയാണെന്നും മമ്മൂട്ടി. അതിദാരിദ്ര്യം മാത്രമേ, ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ. ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ്. സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം. രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം വികസനമുണ്ടാവില്ല. വികസനം പൂർണ്ണതോതിലെത്തണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായി തുടച്ചു നീക്കപ്പെടണം. അങ്ങനെ ഒരിടം തന്റെ അറിവിലില്ലെന്നും കേരളം പലതിനും മാതൃകയാണെന്നും മമ്മൂട്ടി പറഞ്ഞു. ദാരിദ്ര്യം പരിപൂർണമായി തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ. എൻ്റെ അറിവിലില്ല. കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ്. കേരള ജനത അതിൻ്റെ എന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിട്ടുണ്ട്. ദാരിദ്ര്യമല്ല, അതിദാരിദ്ര്യമാണ് ഇല്ലായ്മ ചെയ്തതെന്ന് മന്ത്രി MP രാജേഷ്. ഓർക്കേണ്ട ഒരു കാര്യം, നിർമ്മാർജ്ജനം ചെയ്തിട്ടുള്ളത് അതിദാരിദ്ര്യമാണ്, ദാരിദ്ര്യമല്ല എന്നതാണ്. പലരും അത്തരം ആശയക്കുഴപ്പങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പരാമർശങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. കേരളപ്പിറവിയുടെ 69ാം വർഷത്തിലെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ലോകത്തിനു മുന്നിൽ കേരളത്തിന്റെ ഏറ്റവും പ്രധാന നേട്ടമായാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. അതേസമയം അതിദരിദ്രരെ നിശ്ചയിച്ച രീതിയും ആധികാരികതയും ചോദ്യം ചെയ്ത് ഏതാനും സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക നിരീക്ഷകരും സർക്കാരിന് എഴുതിയ തുറന്ന കത്തും ചർച്ചയാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് 24. സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപന ചടങ്ങിലേക്ക് ആളെ എത്തിക്കാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കോട്ട നിശ്ചയിച്ച ഉത്തരവ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാണ് എല്ലാ തദ്ദേശ സെക്രട്ടറിമാർക്കും കത്തയച്ചത്. ചടങ്ങിന്റെ പ്രചാരണ പരിപാടികൾക്ക് സർക്കാർ വകമാറ്റിയത് 1.5 കോടി രൂപ എന്ന കണക്കും പുറത്തുവന്നു. തിരുവനന്തപുരം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ആളെ എത്തിക്കാൻ കോട്ട നിശ്ചയിച്ചത്. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് ജോയിന്റ് ഡയറക്ടർ കത്തയച്ചത്. ജില്ലാ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കോട്ട നിശ്ചയിച്ചത്. ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 200 പേർ, ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 100 പേർ, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 300 പേർ ഇങ്ങനെ എത്തിക്കണമെന്നായിരുന്നു നിർദ്ദേശം. തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് മാത്രം 10,000 പേരെ പരിപാടിക്ക് എത്തിക്കണം. 100 വാർഡുള്ള നഗരസഭയിലെ ഓരോ വാർഡിൽ നിന്നും 100 പേരെ എത്തിക്കണമെന്നായിരുന്നു നിർദ്ദേശം. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, അതിദരിദ്ര കുടുംബാംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേന പ്രവർത്തകർ, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺമാർ, RD ഏജന്റുമാർ എന്നിവരെ എത്തിക്കണമെന്നായിരുന്നു നിർദ്ദേശം. മന്ത്രി MP രാജേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയൊരു ഉത്തരവെന്നാണ് പ്രതിപക്ഷ ആരോപണം. അതിനിടെ പരിപാടിയുടെ പ്രചാരണത്തിനായി സർക്കാർ 1.5 കോടി രൂപ വകമാറ്റിയെന്ന വിവരവും പുറത്തു വന്നു. ഷെൽട്ടർ നിർമ്മിക്കാൻ നീക്കിവെച്ച തുകയിൽ നിന്നാണ് തുക വകമാറ്റിയത്. പത്രപരസ്യങ്ങൾക്കും ഉദ്ഘാടന പരിപാടികൾക്കുമാണ് തുക ചെലവഴിച്ചത്. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പിക്കാൻ പുതിയ തന്ത്രങ്ങളുമായി CPIM. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ പട്ടിക ശേഖരിച്ച് ഇവരുടെ വോട്ടുറപ്പിക്കണം എന്നാണ് നിർദ്ദേശം. വികസനക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ പ്രതികരണങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കണം.
LDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസന നേട്ടങ്ങൾ പാർട്ടി ചാനലിൽ പരസ്യം നൽകാനും സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമി ഫൈനലായി കണക്കാക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ബഹുമുഖ തന്ത്രങ്ങൾക്കാണ് CPIM രൂപം കൊടുത്തിരിക്കുന്നത്. 2021 ഭരണ തുടർച്ച ലഭിച്ചതിന്റെ കാരണങ്ങളിലൊന്ന് അന്നത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇത്തവണയും തുടർഭരണം ഉറപ്പാക്കാൻ ജാഗ്രതയോടെയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇക്കാര്യത്തിൽ ഒരിടത്തും ഒരു വീഴ്ചയും ഉണ്ടാകരുതെന്നും കർശനമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ ലക്ഷ്യം വെച്ച് പ്രാദേശിക അടിസ്ഥാനത്തിൽ പ്രവർത്തനം നടത്തുക എന്നതാണ് CPIMന്റെ ഒരു തന്ത്രം. ക്ഷേമ പെൻഷൻ, ലൈഫ് മിഷൻ വീടുകൾ, പട്ടയഭൂമി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നിവയുടെ ഗുണഭോക്താക്കളെ ലക്ഷ്യം വെച്ചാണ് വോട്ടുറപ്പിക്കാൻ ശ്രമം നടത്തുന്നത്. സഹായം ലഭിച്ച കുടുംബങ്ങളെ വിവരം ശേഖരിച്ച ശേഷം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് പ്രവർത്തനം നടത്തി വോട്ടുറപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ പ്രതികരണം പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കണമെന്നും കീഴ്ഘടകങ്ങൾക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. LDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ പാർട്ടി ചാനലായ കൈരളിയിൽ പരസ്യം നൽകണമെന്നും നിർദ്ദേശമുണ്ട്. മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുള്ള സ്ക്വാഡ് പ്രവർത്തനത്തിന് പാർട്ടിയുടെ ന്യൂനപക്ഷ കേഡർമാരെ നിയോഗിക്കണം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്കിടയിൽ ടെമ്പിൾ കോർഡിനേഷൻ, ക്ഷേത്ര കമ്മിറ്റി പ്രവർത്തകർ അടങ്ങുന്നവരെയാണ് സ്ക്വാഡ് പ്രവർത്തനത്തിൽ നിയോഗിക്കേണ്ടതെന്നും സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനിൽ നടിക്ക് നേരെ ആക്രമണം. റെയിൽവേ ജീവനക്കാരനായ കാഞ്ഞിരകുളം സ്വദേശി അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അരുൺ നടിയെ കടന്നുപിടിച്ചത്. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, എപ്പോഴാണ് ഈ സംഭവം? വിവരങ്ങൾ എന്താണ് റിനു? മിനിങ്ങാന്നാണ് തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് യുവനടിക്കെതിരെ ആക്രമണം ഉണ്ടായത്. ട്രാക്കിലൂടെ നടന്നു വന്ന രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടന്ന ട്രെയിനിലേക്ക് കയറുന്ന സമയത്താണ് റെയിൽവേ ജീവനക്കാരനും കാഞ്ഞിരംകുളം സ്വദേശിയുമായിട്ടുള്ള അരുൺ ഈ യുവനടിയെ ആക്രമിക്കുവാൻ വേണ്ടി ശ്രമിച്ചത്. ആദ്യം സഹായിക്കാൻ എന്ന വേദന അടുത്തെത്തുകയും ഇവരെ ഈ ട്രെയിനിന് മുകളിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ അരുത് എന്ന് പറഞ്ഞവർ വിലക്കുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്ത് ആക്രമിക്കുകയായിരുന്നു, കടന്നു പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് നൽകിയ പരാതി. പേട്ട പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഈ അരുണിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. റെയിൽവേയിലെ പോർട്ടർ ജീവനക്കാരാണ്, സ്ഥിരം ജീവനക്കാരനാണ്. ഈ കേസ് രജിസ്റ്റർ ചെയ്ത് റിമാൻഡിലായതിനെ തുടർന്ന് അരുണിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എറണാകുളം ആലുവയിലെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ലഹരിയിടപാടുകൾ ബസ് ഉടമകളുടെ അറിവോടെയാണെന്ന് ശബ്ദ സന്ദേശം. മദ്യപിച്ച് യാത്രക്കാരുമായി ബാരിസ്റ്റർ എന്ന ബസ് ഓടിച്ച ഡ്രൈവർ ജൂഡ്ബിൻ ആന്റണി കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചി പോലീസിന്റെ പിടിയിലായിരുന്നു. ഇതേ ബസിന്റെ ഉടമകളിൽ ഒരാളുടെ വാട്സാപ്പ് ഓഡിയോ ആണ് ചോർന്നത്. ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. ഞാൻ പ്രത്യേകം പറഞ്ഞു ഈ വിഷയം കൊണ്ടാണ് പിറ്റേ ദിവസം വണ്ടി ഒതുക്കിക്കോട്ടെ എന്ന് ചോദിച്ചു പണിക്കാർ. ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി ഓടണം, എൻ്റെ വണ്ടിയുടെ എല്ലാം ക്ലിയർ ആണ്, പിന്നെ നമ്മളെങ്ങനെ പേടിക്കണം, നിന്റെ കയ്യിൽ സാധനമോ എന്തെങ്കിലും ഉണ്ടാവോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, മാറ്റിക്കോ, എൻ്റെ വണ്ടി ഓടണം പറഞ്ഞ് ഒരുപാട് വണ്ടി ഒതുക്കിയിട്ടിട്ടും എൻ്റെ വണ്ടി ഓടി. ആ വിഷയത്തിൻ്റെ ആ ന്യൂസൊക്കെ തന്നെ പിറ്റേ ദിവസം എൻ്റെ വണ്ടി ഓടി. പ്രത്യേകം പറഞ്ഞു വിജിലൻ്റ് ആയിരിക്കണം കേട്ടോ, കോഷ്യസ് ആയിരിക്കണം. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അഭിഭാഷകരും ബിനാമികളെ മുൻനിർത്തി നിരത്തിൽ ബസ് ഇറക്കുന്നു. RC ബുക്കിൽ പഴയ ഉടമയുടെ പേര് നിലനിർത്തിയാണ് അധികാരികളുടെ കണ്ണിൽ പൊടിയിടുന്നത്. ISROയിലെ ജീവനക്കാരനും കൊച്ചിയിൽ സ്വകാര്യ ബസ് ഉടമയാണ്. സ്വകാര്യ ബസ് ജീവനക്കാരുടെ ലഹരി ഉപയോഗം സംബന്ധിച്ച വിവരങ്ങൾ, തെളിവുകളടക്കം 24 നേരത്തെ പുറത്തുവിട്ടിരുന്നു. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അമലിലേക്ക് വരാം. അതിനു മുമ്പ് ചില ദൃശ്യങ്ങളിലേക്ക്. 2-ാം തീയതി ഇവിടെ ലോഞ്ച് ഉണ്ട് ശ്രീഹരിക്കോട്ടയിൽ. അതിൻ്റെ ഡ്യൂട്ടിക്ക് വന്നിരിക്കണം. ഞാൻ 2-ാം തീയതി എനിക്ക് അവിടെ പോകണം. എൻ്റെ ജോലി ഇങ്ങനെ, ഞാനൊരു ഗവൺമെൻറ് ജോലിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. എനിക്ക് അതിനകത്ത് ഫുള്ളായിട്ട് ഇറങ്ങി നിൽക്കാൻ, എനിക്ക് നെഗറ്റീവായിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ല. സ്വകാര്യ ബസ് ഉടമയുടെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അമൽ, ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള ബസ് ഓടിക്കുന്നതൊക്കെ അതൊക്കെ ഉടമകളുടെ അറിവോടുകൂടിയാണ് എന്നത് ആ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. മറ്റൊന്ന്, ഈ പലരും ബിനാമി ഇടപാടുകളുടെയൊക്കെ ഭാഗമായി ഇങ്ങനെ ബസ് നിരത്തിലേക്ക് ഇറക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അമൽ സുരേന്ദ്രൻ? കഴിഞ്ഞ ദിവസമാണ് നമ്മൾ തന്നെ കൊടുത്ത വാർത്തയിൽ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആലുവയിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ഒരു പരിശോധനകളെല്ലാം നമ്മൾ കൊടുത്ത 24 കൊടുത്ത വാർത്തയെ തുടർന്നാണ് ഉണ്ടായത്. 24 കൊടുത്ത വാർത്തയിൽ പ്രധാനമായും പറഞ്ഞത് MTMAയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാരുണ്യ യാത്രയോടി ആ ഒരു
ഫണ്ട് MDMA വാങ്ങുവാൻ വേണ്ടി അവിടെ ഒരു ഡ്രൈവർ ഉപയോഗിച്ചു എന്ന ഒരു ശബ്ദ സന്ദേശം നമ്മൾ പുറത്തുവിടുകയായിരുന്നു. അതിനുശേഷം ഇതേ ബസ്സിലെ തന്നെ മറ്റൊരു ഡ്രൈവർ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് മദ്യപിച്ച് യാത്രക്കാരുമായി അപകടകരമാം വിധം വാഹനം ഓടിച്ചതിനെ തുടർന്ന് പോലീസിന്റെ പിടിയിലായിരുന്നു. ഇതേ ബസ്സിന്റെ തന്നെ ഉടമയുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഇത്രയും നാളും ഈ ജീവനക്കാരുടെ ശബ്ദ സന്ദേശമാണ്, അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് പഴിചാരി രക്ഷപ്പെടുന്ന ഒരു രീതിയായിരുന്നു ബസ് ഉടമകളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ ഉടമകളുടെ കൂടി അറിവോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം ബസ് ജീവനക്കാർക്കിടയിൽ വ്യാപകമാകുന്നത് എന്നാണ് ഈ ശബ്ദ സന്ദേശം തെളിയിക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യാപകമായിട്ടുള്ള അനധികൃതമായിട്ടുള്ള ബസ്സുകളാണ് ഈ ആലുവയിലും മറ്റും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഗവൺമെന്റ് ജീവനക്കാരുടെയും അഭിഭാഷകരുടെയും എല്ലാം ഉടമസ്ഥയിലുള്ള വാഹനങ്ങളുണ്ട്, ബസ്സുകളുണ്ട്. സ്വകാര്യ ബസ്സുകൾ ബിനാമി പേരിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പലതും മുൻപ് ഉടമകളായിരുന്നവരുടെ പേര് തന്നെയാണ് RC ബുക്കിൽ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവേണ്ടതുണ്ട്. മദ്യപിക്കാത്ത ആളുകളെ നോക്കിയിരുന്നാൽ ബസ് ഓടിക്കാൻ സാധിക്കുമോ എന്നാണ് ഈ ഓഡിയോയിൽ ഇതിന്റെ ഉടമ തന്നെ പറയുന്നത്. ഇദ്ദേഹം ISROയിൽ ഒരു ജീവനക്കാരനാണ്, അതോടൊപ്പം തന്നെ അഭിഭാഷകനാണ്. സുപ്രീം കോടതിയുടെ അടക്കം നിർദ്ദേശങ്ങളുണ്ട്, നിരീക്ഷണങ്ങളുണ്ട്. അഭിഭാഷകർക്ക് മറ്റു തരത്തിലുള്ള വ്യാപാരങ്ങളിൽ ഇടപെടുന്നതിന് വിലക്കുകളുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാകുന്നത്. ഒരു ഗവൺമെന്റ് ജീവനക്കാരന് ഇത്തരത്തിൽ ബസ് ഓടിക്കാൻ, സ്വകാര്യ ബസ് നിരത്തിലിറക്കുവാനും അതിൽ നിന്ന് പണം പറ്റുവാനും സാധിക്കുമെങ്കിൽ അത് ഗവൺമെന്റിന് തന്നെ സർവീസ് ചട്ട ലംഘനങ്ങളുടെ ഭാഗമായി തന്നെ കണക്കാക്കിയെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള നികുതി തട്ടിപ്പും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നാണ് രഹസ്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ബിനാമി പേരിലൊക്കെ വാഹനം ഓടിക്കുമ്പോൾ അതിൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സ്വകാര്യ ബസ് ജീവനക്കാരുടെ ലഹരി ഉപയോഗം സംബന്ധിച്ച വിവരങ്ങൾ നേരത്തെ തെളിവുകൾ സഹിതം 24 പുറത്തുവിട്ടതാണ്. ബിനാമി ഇടപാടുകളുടെ പേരിലടക്കം ബസ്സുകൾ നിരത്തിലേക്ക് ഇറക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി കൂടുതലായി അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി ചെറിയൊരു ഇടവേള. കാസർഗോഡ് കാഞ്ഞങ്ങാട് രാവണീശ്വരത്ത് വയോധികന്റെ കണ്ണിൽ നിന്ന് അപൂർവ ഇനം വിരയെ കണ്ടെത്തി. തിമിര ശസ്ത്രക്രിയയ്ക്ക് എത്തിയ വയോധികന്റെ കണ്ണിലാണ് വിരയെ കണ്ടത്. നമ്മൾ കണ്ടുവരുന്നതിൽ റെയർ കേസാണ്. ഇപ്പം ഞാൻ ഇവിടെ വന്ന പിന്നെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇത് ഡൈലോഫൈലേറിയാസിസ് എന്നുള്ളൊരു വേം, ഫൈലേറിയാസിസ് കോസ് ചെയ്യുന്ന ഡൈലോഫൈലേറിയ എന്ന വേമാണ് സസ്പെക്ട് ചെയ്യുന്നത്. എന്താണെന്നറിയാൻ നമ്മൾ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഹിസ്റ്റോപാത്തോളജി റിപ്പോർട്ട് കിട്ടുമ്പോഴേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. പൊതുവെ മൃഗങ്ങളിൽ കൂടിയാണ് ഇത് ട്രാൻസ്മിറ്റ് ആവുന്നത്. കൊതുകുകടി അല്ല അങ്ങനെ എന്തെങ്കിലും കടിച്ചതിട്ടായിരിക്കാം മിക്കവാറും ട്രാൻസ്മിറ്റ് ചെയ്യുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.